ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് ഇങ്ങ് എത്താറായി. പ്ലം കേക്ക് ഇനി ബേക്കറിയിൽ നിന്നും വാങ്ങണ്ട, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, ആൽക്കഹോൾ വേണ്ട. ഇത് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പ്ലം കേക്കാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പ്ലം കേക്ക് ആണ് കേട്ടോ. അതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും നേരത്തെ സോക്ക് ചെയ്ത് വെക്കേണ്ട. അപ്പോൾ ആദ്യം ഒരു പാൻ എടുക്കുക. ഇതിലോട്ട് ഞാൻ 1.5 കപ്പ് കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 കപ്പ് തന്നെ ചേർക്കണമെന്നില്ല, 3/4 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ചേർക്കാം. കൂടുതൽ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് 5 ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, 2 ടേബിൾ സ്പൂൺ ചെറി ചെറുതായിട്ട് അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ബദാം ചേർക്കാം, ഫിഗ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. പിന്നെ ഇത്രയും അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇടണമെന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, നമ്മുടെ വീട്ടിലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇട്ടാൽ മതി. പക്ഷേ ഇത്രയും ചേർക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ അളവിനേക്കാളും കൂട്ടി ഡ്രൈ ഫ്രൂട്ട്സ് ഇടണ്ട. ഇതാണ് മാക്സിമം നമുക്ക് ഇടാൻ പറ്റുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസ് നമ്മളിത് ഉണ്ടാക്കാൻ നേരത്തെ പിഴിഞ്ഞെടുത്തതായിരിക്കണം, നേരത്തെ പിഴിഞ്ഞ് വെച്ചത് എടുക്കരുത്. എന്നാലൊരു കയ്പ്പ് ടേസ്റ്റ് കാണും, എന്നാൽ കേക്കിനും ആ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ അളവിൽ കറുത്ത മുന്തിരിയുടെ ജ്യൂസ് ചേർക്കാം, അല്ലെങ്കിൽ വൈൻ ചേർത്താലും മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ് കേട്ടോ. ഇനി തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. കൂടുതൽ തിളപ്പിക്കരുത്, എന്നാലേ ഡ്രൈ ഫ്രൂട്ട്സ് വെന്തുടഞ്ഞു പോവും. പിന്നെ ഓറഞ്ച് ജ്യൂസിന് ഒരു കയ്പ്പ് ടേസ്റ്റും വരും, പിന്നെ കേക്കിനും ആ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫാക്കുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. പ്ലം കേക്കിന് ആ കളറും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ടാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കിടുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടിയിൽ പിടിക്കരുത്. പഞ്ചസാര ഒന്ന് ചൂടായി ഉരുകി വരണം. ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്, എല്ലാ പഞ്ചസാരയും ഉരുകിയിട്ടില്ല. തീ കൂട്ടി വെക്കരുത്, എന്നാൽ കരിഞ്ഞു പോവും. നമ്മളിത് ചെയ്യുമ്പോൾ ദൂരെ ഒന്നും പോവരുത് കേട്ടോ. ഇവിടെ തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയാൽ കേക്കിൽ ചേർക്കുമ്പോൾ കേക്കിനും ആ കരിഞ്ഞ ടേസ്റ്റ് ആയി പോവും. പഞ്ചസാര എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് 1/3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലും 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവും വെള്ളമാണ്. പഞ്ചസാര ഈ കളറാകുമ്പോൾ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് ചൂടാക്കിയാൽ കയ്പ്പ് ടേസ്റ്റ് ആയി പോവും. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ പഞ്ചസാര കട്ടിയാവുമെങ്കിലും കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് വെള്ളത്തിൽ അലിഞ്ഞോളും. അപ്പോൾ വെള്ളത്തിലെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വെള്ളം പോലെ തന്നെ ഇരിക്കണം, കുറുക്കി എടുക്കരുത്. ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. കുറുകിപ്പോയാൽ നന്നായിട്ട് മിക്സായിട്ട് വരില്ല. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. സാധാരണ അരിപ്പിട്ടാണ് അരിക്കുന്നതെങ്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുക കേട്ടോ. എന്നാലേ നല്ലപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആയി വരുള്ളൂ. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിപ്പൊടി, ഇപ്പം ജിഞ്ചർ പൗഡർ ഇല്ലെങ്കിൽ ചുക്കിൻ്റെ പൊടി ചേർത്താലും മതി. 1 ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടി, സിനമൺ പൗഡർ, ഇതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി മിക്സിയുടെ ജാറിലോട്ട് 2 മീഡിയം സൈസ് മുട്ട ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സായി വരണം. പഞ്ചസാര ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് വരണ വരെ ബീറ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് തരി തോന്നിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്.
കേക്ക് ഉണ്ടാക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ തന്നെ മുട്ടയും ബട്ടറും ഒക്കെ ഫ്രിഡ്ജിന്റെ പുറത്ത് എടുത്ത് വെക്കുക കേട്ടോ. എന്നാലേ കേക്ക് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ബട്ടർ ഒന്ന് മിക്സായി വരുന്നവരെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ കാരമൽ സിറപ്പ്, അത് മൊത്തത്തിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വെള്ളം പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഡ്രൈ ഫ്രൂട്ട്സിനകത്തോട്ട് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്നില്ലേ മാവ്, അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബാറ്ററിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയുടെ ബട്ടറിൻ്റെ മിക്സിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, എന്നാൽ കട്ട പിടിച്ച് കിടക്കും. 3-4 പ്രാവശ്യമായിട്ട് മാവ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ജ്യൂസ് എടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, അതാണ് എളുപ്പം. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ ജാം ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അപ്പം അതിനകത്ത് തന്നെ തൊലി കാണും. ഇല്ലെങ്കിൽ കടയിൽ കാൻഡീഡ് ഓറഞ്ച് പീൽസ് വാങ്ങാൻ കിട്ടും, അത് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിൻ എടുക്കുക. ഇത് 1 kg കേക്ക് ടിന്നാണ്. കേക്ക് ടിൻ ഇല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന പാത്രമില്ലേ, അതെടുത്താലും മതി. പക്ഷേ കുറച്ച് വലിപ്പമുള്ളത് എടുക്കുക. നമ്മൾ ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ കേക്കിൻ്റെ കട്ടി കൂടി വരും. അപ്പോൾ അകമൊന്നും നേരെ വെന്ത് കിട്ടില്ല. അല്ലെങ്കിൽ ചെറിയ പാത്രമാണെങ്കിൽ നിങ്ങൾ 2ആയിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. കേക്ക് ടിൻ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും, അധികം വിലയൊന്നുമില്ല. ഈ അലൂമിനിയത്തിൻ്റെ കേക്ക് ടിന്നിന് 99 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് നാട്ടിൽ നിന്ന്. സാധാരണ പാത്രമാണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിലുള്ള പാത്രം എടുക്കുക കേട്ടോ. അല്ലാതെ താഴ്ഭാഗം മാത്രം കട്ടി കൂടുതൽ മുകളിൽ കട്ടി കുറവുള്ള പാത്രം എടുക്കരുത്, എന്നാൽ കേക്ക് നേരെ ബേക്കായി കിട്ടില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത കേക്കിൻ്റെ റെസിപ്പീസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്നും കൂടി പറയുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മാവ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക എല്ലാ ഭാഗത്തും. കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്തോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 45 മുതൽ 1 മണിക്കൂർ വരെ എടുക്കും കേട്ടോ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓവനിലല്ലാതെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തട്ടും വെച്ച് കൊടുക്കുക. ഉപ്പിടുന്നത് ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അടപ്പിൽ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വല്ലതും വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ചൂട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് പെട്ടെന്ന് തന്നെ കേക്ക് ടിന് വെച്ച് കൊടുക്കുക. കുറേ നേരം തുറന്നിട്ടേക്കരുത്, പെട്ടെന്ന് തന്നെ അടയ്ക്കുക. ഇനി തീ മീഡിയത്തിലോട്ടാക്കി വയ്ക്കുക. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചിരിക്കും. പിന്നെ കേക്ക് എപ്പോഴും തുറന്ന് നോക്കരുത്, എന്നാലും നേരെ പൊങ്ങി വരില്ല. 50 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കാം കേട്ടോ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 2ആയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വല്ലതും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വന്നിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പിടിച്ചു വന്നിട്ടില്ല, വെന്തിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റണം കേട്ടോ. സൈഡിലൊരു കത്തി കൊണ്ട് ഇളക്കി കൊടുക്കുക. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുക. എയർ ഫ്രെയിം ഉണ്ടെങ്കിൽ ഈ പാത്രത്തിൽ എടുക്കുന്നതിനേക്കാളും അതിലോട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓവനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മോൾ ഭാഗം കുറച്ചും കൂടെ കറുത്ത കളറിൽ വരും കേട്ടോ. ഇതിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മോൾ ഭാഗം കുറച്ച് ലൈറ്റ് കളറായിട്ട് തോന്നുന്നത്. എന്നാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല കേട്ടോ. തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്.
അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.